വെൽക്കം ടു CS ട്രാവൽ ബൈറ്റ്സ്. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ സ്ട്രിപ്സ് വിത്ത് ബെൽ പെപ്പർ. ഒത്തിരി ചേരുവകളൊന്നും വേണ്ടാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മളിത് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത്. ഒത്തിരി സ്പൈസി അല്ലാത്ത എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയായത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്കിനി സമയം കളയാതെ കുക്കിങ്ങിലേക്ക് കിടക്കാം. എയർ ഫ്രയർ ചിക്കൻ ബ്രസ്റ്റ് തയ്യാറാക്കാനായിട്ട് നമ്മളൊരു 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് ലോങ് സ്ലൈസസ് ആയിട്ട് എടുക്കുകയാണ്. ഇതിനെ നമ്മളിങ്ങനെ കുറേ ചെറിയ ചെറിയ ലോങ് സ്ലൈസസ് ആയിട്ട് എടുക്കുക. എടുത്ത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടു. അതുപോലെ നമുക്ക് മുറിച്ച് എടുക്കാം. നമ്മൾ 500 ഗ്രാം ചിക്കനെയും നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു നീളത്തിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ, നമ്മൾ റിഫൈൻഡ് ഓയിലാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്, അത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മളിനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. നമുക്കിനി ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വെച്ചേക്കുന്നത് ബെൽ പെപ്പറും ക്യാപ്സിക്കവുമാണ്. ഇതിനെ നമുക്കിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മളിപ്പോൾ ഒരു ഹാഫ് സ്ലൈസ് ആണ് എടുക്കുന്നത്. കുരു എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. നമ്മൾ ചിക്കൻ എടുത്ത പോലെ തന്നെ ഇതിനെ ഒന്ന് ലോങ് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ എണ്ണയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക, റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനി എയർ ഫ്രയറിന്റെ ട്രേയിലേക്ക് ചിക്കൻ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു ബട്ടർ പേപ്പർ ആദ്യം എയർ ഫ്രയറിന്റെ ട്രേയിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ എയർ ഫ്രയറിന്റെ ട്രേ എടുത്ത് വെക്കുക. അതൊന്ന് ഇറക്കി വെച്ചിട്ട് നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഇതിന്റെ മേളിൽ നിരത്തി വെക്കുകയാണ്.
നമ്മളിപ്പോൾ മുഴുവൻ ചിക്കനും നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ടൈം സെറ്റ് ചെയ്ത് എയർ ഫ്രയറിൽ വെക്കാം. നമുക്കിനി ഇത് എയർ ഫ്രയറിൽ വെച്ച് 190 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് വെച്ച് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. ഇതിനിടയിൽ നമുക്ക് ഓരോ 5 മിനിറ്റ്സ് കൂടുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിടണം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിനെ ഒന്ന് പോസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്നെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് തിരിച്ചൊന്നുകൂടെ വെക്കുക. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ചിക്കൻ കുക്ക് ആവാൻ ഇനി ഒരു 5 മിനിറ്റ്സ് കൂടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതൊന്ന് തുറന്നെടുത്തിട്ട് നമ്മൾ ഈ ചിക്കനെ ഒന്ന് ഒരു സൈഡിലാക്കി അതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾസും കൂടെ ഒന്ന് സൈഡിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കൻ ഒരു സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിനി മറ്റേ സൈഡിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു സൈഡിൽ ഇപ്പം നമ്മൾ ചിക്കനും ഒരു സൈഡിൽ നമ്മൾ വെജിറ്റബിളുമായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഇതിനെയും കൂടെ കുക്ക് ചെയ്തെടുക്കാം. വെജിറ്റബിൾ ഇട്ടിട്ട് ഒരു 2 മിനിറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഈ വെജിറ്റബിളിനെ മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വെജിറ്റബിൾ മാത്രം നമ്മളൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചെടുത്ത് വെക്കുക. നമ്മുടെ കുക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എയർ ഫ്രയർ ചിക്കൻ ബ്രസ്റ്റ് വിത്ത് ബെൽ പെപ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ്ങിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചിക്കൻ സ്ട്രിപ്സ് വിത്ത് ബെൽ പെപ്പർ നല്ല ടേസ്റ്റിയുമാണ്, അതേപോലെ തന്നെ നല്ല കളർഫുള്ളുമാണ്. നമുക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ബെൽ പെപ്പറിന്റെ പല കളേഴ്സ് ആകുമ്പം നല്ല ഒരു ഭംഗിയാണ് അത് കാണാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനെക്കുറിച്ചുള്ള കമന്റ്സ് ഞങ്ങളെ അറിയിക്കണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും അറിയിക്കുമല്ലോ. അപ്പം നമുക്ക് ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം.